ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവൻ ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അവൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനൊരു പെണ്ണിൻ്റെ ആലോചന കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും അവനങ്ങോട്ട് തടഞ്ഞു നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര സംസാരമാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മനോരമയാണെങ്കിൽ ഈ തള്ളക്ക് എപ്പോഴും ഈ ടോക്ക് മാത്രമേ ഉള്ളല്ലോ, എത്ര നേരം ഈ ടോക്ക് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ, എന്താ മനോരമ, നീ എന്തെങ്കിലും പറഞ്ഞോ, നീ എന്തെങ്കിലും കിടന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല അമ്മേ, അമ്മ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കറക്റ്റാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ല അമ്മേ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അഞ്ജലി, എത്രയും പെട്ടെന്ന് അവനോട് നല്ലൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞേര്, അല്ലെങ്കിൽ എനിക്കാകെ കലി വരും. അമ്മേ, ഞാൻ പറയാം അമ്മേ, അവനനുസരിക്കും, ഞാൻ പറഞ്ഞ കേൾക്കുക തന്നെ ചെയ്യും. എനിക്കറിയില്ല, അവൻ കേൾക്കുകയൊന്നുമില്ല, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എത്രയും പെട്ടെന്ന് ആ സ്വഭാവം മാറ്റില്ലെങ്കിലേ പ്രശ്നമാകും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പോവുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഓഫീസിൽ പോകാൻ തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പ്രീതിയാണെങ്കിൽ, ശ്രുതി വിളിച്ച് പറ, ശ്രുതി നിന്നോട് വിളിച്ച് പറയാനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശ്രുതി അത് കേൾക്കുന്നില്ല. ശ്രുതിക്ക് ഭയങ്കര മടി. നീ എന്തിനാ ശ്രുതി ഇങ്ങനെ പേടിക്കുന്നത്? നീ ആരെയാണ് പേടിക്കുന്നത്? നീ എന്തിനാണ് അവരെ പേടിക്കുന്നത്? നീ ഞാൻ പറയുന്നതിൽ കേൾക്ക്, നിനക്കിനി ആ ജോലി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും പറയുകയാണ്. അപ്പോഴാണ് ഇവരുടെ അമ്മായി വരുന്നത്. അപ്പോൾ ഇവരുടെ അമ്മായി വന്നിട്ടാണെങ്കിൽ പറയാണ്, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ആ ജോലിക്ക് പോകണ്ട, ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നീ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അപ്പോൾ രാധ ഇങ്ങനെ പറഞ്ഞിട്ടും ശ്രുതി അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ ശ്രുതി പറയുകയാണ്, ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഞാനിപ്പോൾ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും? ഞാൻ അയാളുടെ മുന്നിൽ ഒരു തോറ്റ് തുന്നമ്പാടിയ പോലെ ആയി പോകില്ലേ? അതുകൊണ്ട് ഞാൻ പോവാണ് ചേച്ചി, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കാൻ കൂട്ടാക്കില്ലെന്നാണ് നീ പറയുന്നത്? നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയണ കേട്ടില്ലെങ്കിൽ നീ അത് അബദ്ധത്തിൽ ചെന്ന് ചാടുള്ളൂ. ഒരു എഗ്രിമെൻറ്റും വെച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അയാൾ എന്ത് ചെയ്യാനാണ്? കൂടി വന്നാൽ പോയി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. കംപ്ലൈൻറ്റ് കൊടുക്കട്ടേന്നേ, നമ്മൾ കോർട്ടിൽ പോകേണ്ടി വരും. അതൊക്കെ അയാളുടെ വെറും പേടിപ്പെടുത്തൽ മാത്രമാണ്, അങ്ങനെയൊന്നും നടക്കില്ല അല്ലേ ശ്യാം സാറേ? അപ്പോൾ ശ്യാമാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ശരിയാ, നീയൊന്നും പേടിക്കാനില്ല ശ്രുതി, നീ ആ ജോലി മാറ്റി വെച്ചേര് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുണുകുണാന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് ശ്രുതിയുടെ ചെവിയിലോട്ട് അങ്ങോട്ട് കയറുന്നില്ല. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ അഞ്ജലിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അഞ്ജലിയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞപ്പോഴേക്കും, എന്താ നിൻ്റെ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞോ? മുത്തശ്ശി, എന്താ മുത്തശ്ശി പ്രാർത്ഥിക്കുന്നില്ലേ? എന്ത് പ്രാർത്ഥന? മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലല്ലേ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുള്ളൂ. എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞല്ലോ. ഏതായാലും ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് അവൻ്റെ മനസ്സ് മാറുമെന്നേ. എനിക്ക് ഉറപ്പൊന്നുമില്ല എൻ്റെ മനസ്സ് മാറുമെന്ന്. പക്ഷേ അവനോടൊരു കാര്യം പറഞ്ഞേര്, അവൻ ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും അവൻ്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ ഞാനൊരു പെണ്ണിനെ കൊണ്ടുവരും, ആ പെണ്ണിനെ വേണം അവൻ സ്വീകരിക്കാനായിട്ട്, അല്ലാതെ അവൻ്റെ ഒരടവും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പോവുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ ആ വാക്ക് കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടുള്ളതൊരവസ്ഥ. ഇനി ആരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം? ഈ അശ്വിനാണെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുന്നൊരു സ്വഭാവമാണല്ലോ, അവനാണെങ്കിൽ വാശി ഭയങ്കരമായിട്ടും കൂടുതലാണ്. അപ്പം അവനോട് എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ശ്രുതിയെ കാണിക്കുകയാണ്. ശ്രുതിയെ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ജോലിക്ക് പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ശ്രുതിയാണെങ്കിൽ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ഈ ശ്യാമാണെങ്കിൽ എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്, ഞാനാണ് കുറ്റക്കാരൻ, കാരണം ഞാനാണല്ലോ ശ്രുതിയോട് ഈ ജോലിക്ക് പോകാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട പ്രീതിയാണെങ്കിൽ, ആരാണ് കുറ്റക്കാരനെന്ന് എനിക്കറിയാം, അശ്വിൻ തന്നെയാണ്, അശ്വിൻ ശ്രീറാം. അയാളല്ലാതെ വേറെ ആരുമല്ല കുറ്റക്കാരൻ. അയാൾ എത്ര പരുഷമായിട്ടാണ് ഇവളോട് പെരുമാറുന്നത്. വീണ്ടും ശ്രുതി, നീ അയാളെ പേടിച്ച് പോയി കഴിഞ്ഞെങ്കിൽ അയാൾക്കത് ഒരു തരമാകും.
അതുകൊണ്ട് നീ പോകേണ്ട ശ്രുതി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം ചേച്ചി. അപ്പോൾ ഈ എല്ലാവരും കിടന്നിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ഈ ശ്രുതിയെ. പക്ഷേ ശ്രുതിയാണെങ്കിൽ ഒറ്റക്കാലം നിൽക്കുകയാണ്. അപ്പോൾ പ്രീതിയാണെങ്കിൽ ഓഹോ അപ്പോൾ നിനക്ക് ആ ജോലിക്ക് പോകണമെന്ന് തന്നെയാണല്ലേ, ഞാനൊരു കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴേക്കും ഈ രാധയാണെങ്കിൽ ശ്രുതി നിന്നോട് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ലേ, നിന്നോട് ആ ജോലിക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ കിടന്ന് വാശി പിടിക്കുന്നത്, നീ ആ ജോലിക്ക് പോകാൻ നിൽക്കണ്ട ശ്രുതി എന്നും പറഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഈ മനോരമയാണ്. മനോരമയാണെങ്കിൽ ഭർത്താവിനോട് കുണുകുണാന്നിങ്ങനെ പറയാണ്, ഹോ ദേ എൻ്റെ മോൻ്റെ കല്യാണം ഏത് വീട്ടിൽ നിന്ന് വന്നാലും ആ വീട് നല്ല കൊട്ടാരം പോലെ ഇരിക്കണം, ആ വീട്ടിൽ നിന്ന് വേണം എനിക്ക് മരുമകളായിട്ട് വരുന്ന പെണ്ണ് വരാനായിട്ട്, അല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല, അവൾ ഏത് സ്വഭാവക്കാരിയാവട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്ന കുറേ പൊട്ട ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല, നീ എന്തൊക്കെയാണ് പറയുന്നത്, ഇതേ ഡിസ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് അങ്ങനെയാണ് പറയേണ്ടത്. ഓ നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ, അതും മതി. അതല്ല മനോരമേ, അല്ല നീ വലിയ വീട്ടിൽ നിന്നല്ലല്ലോ വന്നത്, ഓഹോ അപ്പം ഇതായിരുന്നു നിങ്ങളുടെ മനസ്സിലിരിപ്പ്, ഇത്രയും നാള് എന്നെ ആ കണ്ണ് വെച്ചാണല്ലേ നിങ്ങൾ കണ്ടത്, എനിക്കറിയാം കാര്യങ്ങളെല്ലാം എനിക്കറിയാം, 10-25 വർഷമായി നിങ്ങളുടെ അമ്മയുടെ കുത്തുവാക്കുകളും നോവിക്കലും ഒക്കെ ഞാൻ കേട്ടും സഹിച്ചും ഒക്കെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വന്ന പെണ്ണിന് അങ്ങനൊരവസ്ഥ ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് അവൾ ഏത് സ്വഭാവക്കാരി ആയാലും, പക്ഷേ അവൾ വരുന്നത് ഒരു കൊട്ടാരം പോലത്തെ വീട്ടിൽ നിന്നായിരിക്കണം. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വരികയായിരുന്നു ഈ മനോരമയുടെ മകൻ. ഇത് കേട്ടുകൊണ്ട് വന്ന ഉടനെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് മനോരമയുടെ മകൻ. അപ്പോൾ അവിടെ മാറി നിൽക്കുകയാണ്. എന്തായാലും എനിക്ക് നല്ലൊരു മരുമകളെ തന്നെ വേണം, അത് പണക്കാരി മരുമകളെ തന്നെ ആയിരിക്കണം എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയെ വീണ്ടും പ്രീതന ചേച്ചി ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ നീ തയ്യാറല്ലേ, എന്നോട് അല്പം കൂടി സ്നേഹം ഉണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് കേട്ടേ മതിയാവൂടെ ശ്രുതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വീണ്ടും ബാഗ് എടുത്ത് തോളയിലിടുകയാണ്. ചേച്ചി ഞാൻ ചേച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ ഞാനിപ്പോൾ ആ ജോലി ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ ശരിയാവില്ല, എനിക്ക് അവിടം വരെ ചെല്ലണം. അത് ചേച്ചിയോടുള്ള ഇഷ്ടമൊക്കെ കുറവുകൊണ്ടൊന്നല്ല, ചേച്ചിയോട് എത്ര മാത്രം എനിക്ക് ഇഷ്ടമുണ്ടെന്ന് അത് ഞാൻ പറയാതെ തന്നെ ചേച്ചിക്കറിയാം. പിന്നെ എന്താ ഞാൻ പറഞ്ഞിട്ട് നീ കേൾക്കാത്തത്, അതിന് ചില കാരണങ്ങളുണ്ട് ചേച്ചി, അതുകൊണ്ട് ചേച്ചി എനിക്കിപ്പോൾ ഓഫീസിലേക്ക് പോയേ മതിയാവുള്ളൂ, ചേച്ചിനെ തടയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ദേ വരുന്നു രാധ. അപ്പോൾ രാധയും പറയാണ്, ഞങ്ങൾ പറഞ്ഞാലൊന്നും നീ കേൾക്കില്ലല്ലേ, നീ വാശി പിടിച്ച് പോവുകയാണല്ലേ. അപ്പോൾ ശ്യാമും ഇങ്ങനെ പറയുകയാണ്, ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. പക്ഷേ ഇതൊന്നും കേൾക്കാനായിട്ട് ശ്രുതി തയ്യാറാവുന്നില്ല. പിന്നീട് ശ്യാമൊന്നും പറയാനായിട്ട് നിന്നുമില്ല, ശ്യാമ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. എന്ത് പറയാനായിട്ടാണ്, ശ്രുതിയുടെ ഓരോ തീരുമാനങ്ങളല്ലേ. അങ്ങനെ നമ്മുടെ അഞ്ജലിയെ കാണിക്കുകയാണ്. അപ്പം അഞ്ജലി ആണെങ്കിൽ മനോരമയുടെ മോൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. എടാ എന്താണിത്, എന്താണ് നിൻ്റെ തീരുമാനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ ആലോചിച്ചു നിൽക്കുന്നത്? ഇല്ലേച്ചി ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, പക്ഷേ ഇയാൾ ആലോചിച്ചുകൊണ്ടിരുന്നത് ആ പ്രീതിയെക്കുറിച്ച് മാത്രമാണ്. പ്രീതിയെ ആദ്യമായിട്ട് കണ്ടതും അവൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം, പക്ഷേ അവളുള്ള ഇഷ്ടം തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ പ്രീതി ഈ അഞ്ജലി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിയോടാണെങ്കിൽ ഇല്ലേച്ചി ഞാൻ ഈ നമ്മുടെ അശ്വിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാണ്, അവൻ എന്താണ് ഇങ്ങനെ കിടന്ന് പെരുമാറുന്നതെന്നൊക്കെ ആലോചിച്ചാണ്. നീയൊന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാനോ? ബെസ്റ്റായി. ഞാൻ മനസ്സിലാക്കിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയെടുക്കും, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. പിന്നെ എല്ലാവർക്കും പണത്തിനോടാണെന്നേ, പിന്നെ മുത്തശ്ശി പറയുന്ന കാര്യങ്ങളെല്ലാം ഈ അശ്വിൻ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുത്തശ്ശിക്കാണെങ്കിൽ ആ ലാവണ്യെ തീരെ ഇഷ്ടമല്ല. പിന്നെ നല്ല അച്ചടക്കോ ഒതുക്കമോ ഉള്ള പെണ്ണുങ്ങളെയൊക്കെയാണ് മുത്തശ്ശി തിരഞ്ഞെടുക്കുന്നത്. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ പണവും പ്രതാപവും അതൊക്കെയാണ് നോക്കുന്നത്. ഈ പണത്തിലും പ്രതാപത്തിലും എന്തിരിക്കുന്നു ചേച്ചി, അതൊക്കെ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണ്ടേ. മനസാക്ഷിയല്ലേ ഏറ്റവും വലുത്. ഏത് കുടുംബത്തിൽ നിന്ന് വന്നാണെങ്കിലും അച്ചടക്കത്തോടും നമ്മുടെ ഈ കുടുംബത്തോടും അടങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളല്ലേ നല്ലത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞ ശരി തന്നെയാണ്. ഇപ്പം തന്നെ നോക്കിയാൽ നിൻ്റെ അളിയൻ്റെ കാര്യം എടുത്ത് നോക്കിക്കണ്ടേ. പണവും പ്രതാപവും ഒന്നും അല്ല നോക്കുന്നത്,
അദ്ദേഹത്തെ അംഗീകരിക്കാത്തതായിട്ട് ആരാണുള്ളത്? നിന്റെ അളിയനാണെങ്കിൽ നിന്റെ അളിയനെ എല്ലാവർക്കും വല്ലാത്ത കാര്യം തന്നെയാണ്. ഈ കുടുംബത്തിൽ എന്ത് സ്ഥാനമാണ് അളിയനുള്ളത്? നല്ലൊരു സ്ഥാനം തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ അളിയനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയണം അഞ്ജലി. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിൽ അല്ലെങ്കിലും അളിയൻ്റെ കാര്യം പറയുമ്പോൾ ചേച്ചിക്ക് ഇത്തിരി പുകഴ്ത്തി പറയൽ കൂടുതലാണല്ലേ? ഒന്ന് പോടാ, ഞാൻ പറഞ്ഞത് എന്താ സത്യം തന്നെയല്ലേ? ശരിയാ, സത്യം തന്നെയാണ്. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉരുണ്ട് വീഴുകയാണ്. അപ്പോൾ അയ്യോ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ പിന്നാലെ ഓടുകയാണ് ഈ അനിയന്. പിന്നീട് കാണിക്കുന്നത് ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ ആ തീരുമാനത്തിൽ എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി നേരെ എല്ലാവരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ബാഗും തൂക്കി നിൽക്കുകയാണ്. അപ്പോൾ നീ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് അറിയാമോ? ഞാൻ രാജിവെക്കാൻ, ഈ ജോലി രാജിവെക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ആ രാജിക്കത്ത് അശ്വിൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് എനിക്കിങ്ങോട്ട് വരണമെന്നും പറയുകയാണ്. ഇത് കേട്ടതും ശ്യാമിനും അതേപോലെ തന്നെ രാധയ്ക്കും പ്രീതിക്കും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. നീ പറഞ്ഞ സത്യം തന്നെയാണോ? അതേന്നേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. എനിക്കിനി ആ ജോലി വേണ്ട ചേച്ചി. സന്തോഷമായി മോളെ, എനിക്ക് വളരെയേറെ സന്തോഷമായി. അപ്പം ശ്യാമിനും സന്തോഷം തോന്നിയിട്ട് അടുക്കളയിൽ പോയിട്ട് കുറച്ച് ജിലേബി എടുത്തുകൊണ്ട് വരികയാണ്. ഏതായാലും സന്തോഷ വാർത്തയാണല്ലോ, ദേ ഈ ജിലേബി അങ്ങോട്ട് കഴിച്ചേര് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ സന്തോഷം അങ്ങോട്ട് പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ മതി മറന്നൊരവസ്ഥയിൽ അങ്ങനെ അവർ രണ്ടുപേരോടൊന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പ്രീതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. അല്ല ശ്രുതി, എനിക്കാകെ പേടി തോന്നുന്നുണ്ട്. ഇനി അയാളുടെ എഗ്രിമെൻ്റ് വെച്ചിട്ട് നമ്മളെ വല്ല ഭീഷണിപ്പെടുത്തോ? എനിക്ക് ധൈര്യം തന്ന ആളാണോ ഇപ്പം പേടിച്ച് വിറച്ച് നിൽക്കുന്നത്? എന്നോടെന്താ പറഞ്ഞത്? അല്ല എന്നാലും മനസ്സിലൊരു ടെൻഷനുണ്ടേ. അയാളുടെ സ്വഭാവം ഒരു മുഷടൻ സ്വഭാവമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരു ടെൻഷനും വേണ്ട ചേച്ചി, അയാൾ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഈ ശ്രുതിയുടെ മുന്നിൽ അയാൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റേയില്ല. അതിനുള്ള പരിപാടികളെല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ അപ്പോൾ പ്രീതിയും പറയുകയാണ്, എനിക്ക് അച്ഛയും അമ്മയും കാണുന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്കും കാണുന്നൊക്കെ ആഗ്രഹമുണ്ട് ചേച്ചി. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ ഈ നാടിനോട് ഭയങ്കരമായിട്ടും പൊരുത്തപ്പെട്ടു പോയി. എനിക്ക് ഈ നാടിനെ ഞാൻ ഇപ്പോൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ആ കാലമാടനെ മാത്രം ഉപേക്ഷിച്ച് അശ്വിന് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ അയാളെ വെച്ചിട്ട് നമുക്ക് കണക്കൂടേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ ഈ നാടിന് എന്താണ് ചേച്ചി കുഴപ്പം? യാതൊരു കുഴപ്പമില്ലല്ലോ. ഈ നാടിനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയുകയാണ്. അങ്ങനെയും പറഞ്ഞിട്ട് ശരി ഞാൻ ഓഫീസിൽ ഇറങ്ങിയാണ്ട് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് നമ്മുടെ അശ്വിൻ്റെ ഓഫീസ് കാണിക്കുകയാണ്. അപ്പോൾ അശ്വിൻ്റെ ഓഫീസിൽ ഈ ലാവണ്യയും കൂട്ടുകാരും കൂടി ചേർന്നിട്ട് ഈ ശ്രുതിയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർട്ടൂൺ ഗേള്, കാർട്ടൂൺ പെണ്ണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളൊരു നിപ്പ് കാണുമായിരുന്നു. ഒരു പഴയ തുണിയും കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അയ്യോ എനിക്കിത് ഉടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു നിൽപ്പ്. ആ ഒരു നിപ്പ് കണ്ടിഞ്ഞപ്പോഴേക്ക് എനിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ ഇങ്ങനെ ഭയങ്കരമായിട്ടും കളിയാക്കി ഇങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് അശ്വിൻ്റെ അങ്ങോട്ട് വരവ്. അപ്പോൾ അശ്വിൻ നേരെ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരാളെക്കുറിച്ച് കുറ്റവും കുന്നായ്മയും പറയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരുന്നത് എന്ന് ചോദിക്കുകയാണ് മറ്റുള്ളവരോട്. അപ്പോൾ രണ്ടുപേരാണെങ്കിൽ പേടിച്ച് ഓടി അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. അപ്പോൾ ലാവണ്യ നേരെ അശ്വിൻ്റെ തോളത്തും കൈ പിടിച്ചിട്ട് അല്ല മുത്തശ്ശി എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇത് കേട്ട് അശ്വിന് കാലി വരികയാണ്. അപ്പം ലാവണ്യയോട് നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ മുത്തശ്ശിയെ കാണാനായിട്ട് വരാനായിട്ട്? നിനക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതിനെന്താ, ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ യാതൊരു കുഴപ്പമില്ലല്ലോ. നീ മേലെ ഇത്തരത്തിലുള്ള പരിപാടി കാണിച്ചു പോകരുത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ കാർട്ടൂൺ പെണ്ണിൻ്റെ കാര്യം അത് ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടിയുണ്ട് അതിൻ്റെ പണി ബാക്കിയായിട്ട്. അതും കൂടി പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നേക്കാം. കാർട്ടൂൺ പെണ്ണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കളിയൊക്കെ പറയാണ്. ഇത് കേട്ട അശ്വിനി കാലി വന്നിട്ട് ലാവണ്യ ഇനി മേലെ അവളെ കാർട്ടൂൺ പെണ്ണെന്ന് പറഞ്ഞു പോകരുത്. അവൾക്കൊരു പേരുണ്ട്, ശ്രുതി. ആ ശ്രുതിന്ന് മാത്രം അവളെ വിളിച്ചാൽ മതി, മനസ്സിലായോ പറഞ്ഞത് എന്ന് ലാവണ്യയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. ഇത് കേട്ട ലാവണ്യാണെങ്കിൽ ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയിലും. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.